ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ലാസ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓവറോൾ ഹെൽത്തിന് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരാളുടെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, അതായത് നമ്മുടെ ഒരു ഹെഡ് ടു ബോട്ടം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാത്താണ്, അതായത് കുളി. നിർബന്ധമായിട്ടും നമ്മൾ ദിവസവും 2 നേരം, നമ്മളാണെങ്കിലും നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ദിവസവും 2 നേരം നിർബന്ധമായിട്ട് നമ്മൾ കുളിക്കാൻ ശ്രദ്ധിക്കുക. കുളി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ കളയുക മാത്രമല്ല, നമ്മുടെ ഓവറോൾ മൈൻഡിനെ തന്നെ അത് ഭയങ്കര പോസിറ്റീവായി നിർത്താനും നമുക്കൊരു ഉന്മേഷം കിട്ടാനും നമുക്ക് ബ്രെയിനിലോട്ടൊരു എനർജി കിട്ടാനും നമുക്ക് രാവിലെ എണീറ്റ് കുളിക്കുമ്പോഴും അതുപോലെ തന്നെ രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ കുളിച്ചുറങ്ങുമ്പോഴും നമുക്ക് ഭയങ്കര അധികം ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ നമ്മളെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയകളും ഇൻഫെക്ഷനും ഉണ്ടെങ്കിൽ അത് പോകാനും നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത് ഒഴിവാക്കാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും. പല ആൾക്കാരും ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വീക്കിലി ട്വൈസ് ഹെഡ് തല കഴുകുന്നവരുണ്ടായിരിക്കും, മുടി കഴുകുന്നവരുണ്ടായിരിക്കും. അത് ഡിപ്പെൻസ്. പക്ഷെ നമ്മൾ ദിവസവും കുളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലും അതുപോലെ തന്നെ നമ്മുടെ തലയിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പല അഴുക്കുകളെയും പല പൊടികളെയും ഒക്കെ നീക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ കുളി എന്ന് പറയുന്നത് നിർബന്ധമാക്കേണ്ട ഒന്നാണ്. നമ്മുടെ കുട്ടികൾക്കും അത് ശീലമാക്കുക. ഇപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മളൊരു ബിസി ലൈഫിൽ അല്ലെങ്കിൽ ബിസി ഷെഡ്യൂളിൽ അതുപോലെ തന്നെ എപ്പോഴും ഒരുപക്ഷെ ചിലപ്പോൾ ഫോണിൽ ഒരുപാട് നേരം നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മളിലൊരു മടി അല്ലെങ്കിൽ ലേസിനെസ് വരും. കുട്ടികളാണെങ്കിലും മടി പിടിച്ചിരിക്കും, കുളിക്കാൻ പറഞ്ഞാലും ഓക്കെ പിന്നെ ആവാന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. ഈവൻ സ്കൂളിൽ പോവുകയാണെങ്കിലും സ്കൂൾ കഴിഞ്ഞ് വരികയാണെങ്കിലും കുട്ടികൾ നിർബന്ധമായിട്ടും കുളിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് കുളിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രഷിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ രാത്രി നമ്മൾ നിർബന്ധമായിട്ടും ബ്രഷിങ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പല്ലുകളിലുള്ള അഴുക്ക് ഒട്ടിപ്പിടിച്ചത് പോകാനും അതുപോലെ തന്നെ വായിലുള്ള ബാക്ടീരിയകൾ പോകാനും ഫുഡ് ഡെബ്രിസ് നീങ്ങാനും പല്ലുകളെയും നാവിനെയും നമ്മുടെ ഓവറോൾ വായയും ഹെൽത്തി ആയിട്ട് നിർത്താൻ ഇത് വളരെയധികം സഹായിക്കും. നമ്മുടെ ശരീരത്തിലോട്ട് ബാക്ടീരിയാസ് എൻട്രി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വായ, അതുപോലെ തന്നെ മൂക്ക്, കണ്ണ്, ചെവി, നമ്മുടെ വെജൈനൽ ഏരിയകൾ. ഇതൊക്കെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ആയിട്ട് നമ്മൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാൻ ഇത് കാരണമാകും. അപ്പോൾ തീർച്ചയായും നമ്മൾ ഓവറോൾ ബോഡിയുടെ എല്ലാ ഏരിയകളും നമ്മൾ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബ്രഷിംഗ് എന്ന് പറയുന്നത് 2 നേരം നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യിക്കുക. ഓവറോൾ ഹെൽത്ത്, അതായത് ഓവറോൾ ഹെൽത്തിൽ വായയ്ക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മുടെ വായിൽ പല്ലുകൾക്ക് കേട് വരാനും പിന്നീട് പല്ലുകൾ വായന്ന് ബാഡ് സ്മെല്ല് വരാനും ഒക്കെ ഇത് കാരണമാകും. അപ്പം ദിവസവും 2 നേരം ബ്രഷിങ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 6 months ഒരിക്കലും നമ്മൾ നമ്മുടെ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്തിട്ട് പല്ലുകളും വായൊക്കെ ക്ലീനാണ് നീറ്റാണ് എന്നൊക്കെ ഉള്ളത് ഉറപ്പുവരുത്തലും അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിട്ട് വരികയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കൊറോണ സമയത്ത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു ശീലമാണ് ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത്. അതായത് കൈ നന്നായിട്ട് സോപ്പിട്ടിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ടോ നന്നായിട്ട് കൈകൾ കഴുകുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പേഴ്സണൽ ഹൈജീൻ. ബിക്കോസ് നമ്മൾ പല സ്ഥലത്ത് തൊടുന്നു, പല ആൾക്കാരെ തൊടുന്നു, പല ഏരിയകളിൽ അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് നമ്മൾ ഓരോ ഹാൻഡ്സും അല്ല ഓരോ സ്ഥലങ്ങളും നമ്മൾ പിടിക്കുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള കീടാണുക്കൾ നമ്മുടെ കയ്യിലോട്ട് വരും. ഈ കീടാണുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വേറൊരു സ്ഥലത്ത് പോയി തൊടുന്നു, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ കണ്ണ് ചൊറിയുക, മൂക്കിൽ കൈയിടുക, അല്ലെങ്കിൽ ചെവിയിൽ, അങ്ങനെ നമ്മൾ തന്നെ അറിയാതെ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കൈ വാഷ് ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കുമ്പം ആ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലോട്ട് വരിക ചെയ്യുന്നത്. അപ്പം നമ്മൾ തീർച്ചയായും നമ്മുടെ കൈകൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഹാൻഡ് വാഷ് ഇട്ട് കഴുകുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യുന്നതൊക്കെ തന്നെ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ. അതുപോലെ തന്നെ നഖങ്ങൾ ക്ലീൻ ചെയ്യുക. നഖങ്ങൾ എപ്പോഴും നമ്മൾ വീക്കിലി വൺസ് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് അത് വൃത്തിയിൽ കൊണ്ടുവെടുക്കുക. അതിപ്പം ഗേൾസ് ആണെങ്കിൽ അവർക്ക് നെയിൽ പോളിഷൊക്കെ യൂസ് ചെയ്തിട്ട് നെയിൽസ് എപ്പോഴും നല്ല ഭംഗിയിൽ വെക്കുക. അതൊക്കെ ഇതിൻ്റെ ഒരു പേഴ്സണൽ ഹൈജീൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ചെവി, അതുപോലെ തന്നെ കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെവി ക്ലീൻ ചെയ്യുക. ചെവി നമ്മൾ ഉള്ളിലും അതുപോലെ തന്നെ പുറം സൈഡിലും ചെവിയുടെ ബാക്ക് സൈഡിലും നമുക്ക് ഒരു നനഞ്ഞ ഒരു തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടർക്കി ഉപയോഗിച്ചോ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും നമ്മൾ ടർക്കികൾ എന്ന് പറയുന്നത്
നമ്മുടെ വീട്ടിലത് പോസിബിൾ ആവാൻ സാധ്യത വളരെ കുറവാണ്. ഈവൻ നമ്മൾ ഒരാൾക്കൊരു ടർക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളത് എല്ലാവരും അത് തന്നെ യൂസ് ചെയ്യും. ഈവൻ കുട്ടികളാണെങ്കിലും ഇപ്പോൾ ഭർത്താക്കന്മാരാണെങ്കിലും നമ്മൾ മാക്സിമം നമ്മൾ ഓരോ ആൾക്കാർക്കും അവർക്ക് സ്പെഷ്യലായിട്ടുള്ള തോർത്തുകൾ അല്ലെങ്കിൽ ടർക്കികൾ നമ്മൾ യൂസ് ചെയ്യാൻ മാക്സിമം നോക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഇപ്പോൾ ഈ ഡാൻഡ്രഫ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്കിൻ ഡിസീസ് ഒക്കെ ആണെങ്കിലും നമുക്കത് ഈസിലി ടർക്കിയിലൂടെ അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് പേഴ്സണൽ ഹൈജീനിൽ ശ്രദ്ധിക്കാവുന്ന ഒന്നാണ് നമ്മളെ പൊക്കിളുകൾ. പലരും കുളിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയയാണ് പൊക്കിൾ. അതായത് അവിടെ കറക്റ്റായിട്ട് നമ്മൾ കുളിക്കുമ്പോഴുള്ള സോപ്പിൻ്റെ അംശങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വേർപ്പാണെങ്കിലും ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് അവിടെ ശരിക്കും നമുക്ക് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ബ്ലാക്ക് കളറിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. നമ്മൾ എപ്പോഴും കുളിക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ എപ്പോഴും നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ സംരക്ഷിക്കേണ്ട ഒന്നാണ് കാല്. ഒരാളുടെ കാല് നോക്കിയാലാണ് അയാളുടെ ആക്ച്വൽ പേഴ്സണൽ ഹൈജീൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കാല് വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഓവറോൾ ഇനി ബാക്കി എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിലും അവരുടെ വിരലുകൾ അതുപോലെ തന്നെ അവരുടെ കാലുകൾ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ എപ്പോഴും കുട്ടികളാണെങ്കിൽ പല സ്ഥലങ്ങളിൽ അവർ ചെരുപ്പിടാതെ ഒക്കെ പോയി കളിക്കുന്നതാണ്. അപ്പോൾ ഈസിലി നഖങ്ങളുടെ ഉള്ളിലൊക്കെ അഴുക്ക് കുടുങ്ങി കിടക്കാനും പിന്നീട് അവർക്ക് വേഗം കുഴിനഖങ്ങൾ വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും കാലുകൾ നമ്മൾ ഈവൻ നമുക്ക് കുളിക്കുമ്പോൾ തന്നെ അവരോട് ബ്രഷ് യൂസ് ചെയ്തിട്ട് കാലിൻ്റെ നഖങ്ങൾ നന്നായിട്ട് കഴുകാൻ, അല്ലെങ്കിൽ വീക്കിലി വൺസ് നമ്മൾ നേരിയ ചുടുവെള്ളത്തിൽ നമ്മുടെ ഷാമ്പു ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ചെറുനാരങ്ങ ഒഴിച്ചിട്ടോ ഒക്കെ നമുക്ക് കാല് അതിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാൽപാദങ്ങൾ നമുക്ക് വളരെ ക്ലീൻ ആക്കി എടുക്കാൻ, പിന്നെ അതിന് ശേഷം നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ട് കാലുകൾ നീറ്റാക്കി വെക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒപ്പം നമ്മളുടെ കുട്ടികളെയും അതുപോലെ പാർട്ട്ണറെയും നമ്മൾ ശീലിപ്പിക്കുകയും വേണം. എപ്പോഴും നമ്മുടെ കൈ കാലുകളൊക്കെ തന്നെ ഒരു പ്രായം ആവും തോറും നമ്മളിപ്പോൾ പല ക്ലൈമറ്റ് കണ്ടീഷൻ, അതായത് തണുപ്പ് കാലങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വേഗം ഡ്രൈ ആവാനും അതുപോലെ തന്നെ വിള്ളൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിലും കാലിലും മോയ്സ്ചറൈസർ ലോഷൻസൊക്കെ അപ്ലൈ ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ എപ്പോഴും നീറ്റാക്കിയിട്ട് കൊണ്ടുവരുത്താനും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഓവറോൾ ഹൈജീൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓവറോൾ ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ധാരാളം നമ്മൾ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക. ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ധാരാളം വെജിറ്റബിൾസും പച്ചക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ചിക്കൻ ആണെങ്കിലും എഗ്ഗ് ആണെങ്കിലും പനീറാണെങ്കിലും അങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണശീലങ്ങൾ നമ്മളും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മക്കളിലും അത് കൊണ്ടുവരാൻ നോക്കുക. പണ്ട് കാലം മുതലേ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് വിശപ്പടക്കുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ചോറ് കഴിക്കും, അതുപോലെ തന്നെ ഒരുപാട് കഞ്ഞി കുടിക്കുക, ഒരുപാട് ദോശ അല്ലെങ്കിൽ ഒരുപാട് ചപ്പാത്തി കഴിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പൊതുവെ എല്ലാവരുടെയും ശീലങ്ങൾ. പക്ഷെ നമ്മൾ അത് മാറ്റിയെടുക്കുക. കാരണം അത് അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ വരാനുള്ള ചാൻസ് കൂടുതലാണ്, നമ്മൾ ഓവർ വെയിറ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണശീലം നമ്മൾ മക്കളാണെങ്കിലും കുറച്ച് ചോറ്, ഒരുപാട് ഉപ്പേരികളും അതുപോലെ തന്നെ വെജിറ്റബിൾസും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഒരു നല്ലൊരു പ്ലേറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് അമ്മമാരുടെ ഒരു കടമയാണ്. നമ്മളെല്ലാവരും അത് അങ്ങനെ ശീലിപ്പിക്കേണ്ടതാണ്. ഒപ്പം നല്ലൊരു പേഴ്സണൽ ഹൈജീൻ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓക്കെ ബൈ.